പിണറായി സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന ചീഫ് സെക്രട്ടറി എം ജയതിലകിനെതിരെ പുതിയ സർക്കാരിന് കടുത്ത അതൃപ്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഭരണത്തിന് വേഗത പകരേണ്ട ഉദ്യോഗസ്ഥൻ അതിൽ നിന്നും വ്യത്യസ്തമായി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ അനാവശ്യ കാലതാമസം വരുത്തുന്നു എന്ന വികാരം ശക്തമാണ്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാർ തങ്ങളുടെ വകുപ്പുകൾ ചലിപ്പിക്കാൻ കെൽപ്പുള്ള ഉദ്യോഗസ്ഥരെ തേടുകയാണ്. അതിനുവേണ്ടി മിടുക്കരായ ഉദ്യോഗസ്ഥരെ തേടുമ്പോഴാണ് ബി അശോകിനെയും എൻ പ്രശാന്തിനെയും തിരിച്ചെടുക്കാൻ ചീഫ് സെക്രട്ടറി വൈകിപ്പിച്ചത്. ഇക്കാര്യത്തിൽ സർക്കാർ നിർദ്ദേശം വൈകിപ്പിച്ചു എന്ന വികാരമാണ് ഉയരുന്നത്. പ്രശാന്തിന്റെയും അശോകിന്റെയും ഫയലുകൾ ബോധപൂർവം വൈകിപ്പിച്ചതായും അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതിയില്ലാതെ തന്നെ ഫയലുകൾ ചീഫ് സെക്രട്ടറി സ്വന്തം നിലയ്ക്ക് എഴുതി വച്ചതായും സെക്രട്ടേറിയറ്റ് വൃത്തങ്ങളിൽ നിന്ന് വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. സമാധാനത്തോടെ റിട്ടയർ ചെയ്യാൻ മുഖ്യമന്ത്രി പ്രത്യേക ഇളവുകൾ നൽകിയപ്പോൾ അതിന് കൂട്ടാക്കാതെ പകപോക്കൽ വഴിയാണ് ചീഫ് സെക്രട്ടറി എടുത്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ ഒടുവിൽ സർക്കാർ തന്നെ നടപടിക്ക് ഒരുങ്ങിയേക്കുമെന്ന ഘട്ടവും നിലനിൽക്കുന്നുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്യുന്നതിൽ കടുത്ത കാലതാമസം വരുത്തിയെന്നാരോപിച്ച് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീക്കെതിരെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കടുത്ത നീക്കങ്ങളാണ് നടക്കുന്നത്. ദുരിതാശ്വാസ വീഴ്ച കളക്ടറുടെ വ്യക്തിപരമായ ബാധ്യതയായി കണ്ട് അച്ചടക്ക നടപടി എടുക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി എ ജയതിലകന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെ ദുരന്ത നിവാരണ വിഭാഗം വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് കടുത്ത ഭാഷയിൽ കത്തയച്ചിരുന്നു. ദുരന്തബാധിത കുടുംബാംഗങ്ങളുടെ വായ്പാ ബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കുന്നതിൽ വരുത്തിയ കാലതാമസത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് മെയ് 13-നാണ് അഡീഷണൽ സെക്രട്ടറി ബിന്ദു സി വർഗീസ് പരുഷമായ ഭാഷയിൽ ഈ കത്തയച്ചത്. ജില്ലാ ഭരണകൂടം തന്നെ ആദ്യം നിർദ്ദേശിക്കുകയും മന്ത്രിസഭയുടെ അംഗീകാരത്തിന് അടിസ്ഥാനമാക്കുകയും ചെയ്ത അതേ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഗുണഭോക്താക്കളുടെ വിവരങ്ങളെക്കുറിച്ചും വീണ്ടും എന്തിനാണ് വ്യക്തത തേടുന്നത് എന്നായിരുന്നു കത്തിലെ ചോദ്യം. ജനുവരി 29-ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അനുവദിച്ച തുക 5 മാസം കഴിഞ്ഞിട്ടും ബാങ്കുകളിലേക്ക് വിതരണം ചെയ്യാതിരുന്നത് കൊണ്ടാണെന്നും കത്തിൽ ചോദിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ആണ് വിതരണം ചെയ്യാത്തതെന്നാണ് കത്തിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ഒരു വനിതാ കളക്ടറോട് സെക്രട്ടേറിയറ്റിലെ ഒരു സെക്രട്ടറി ഉപയോഗിച്ച ഈ പരുഷമായ ഭാഷ സിവിൽ സർവീസ് വൃത്തങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. കളക്ടറോട് ബിന്ദു വർഗീസിനുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ കത്തിന് പിന്നാലെയെന്നും ചീഫ് സെക്രട്ടറി ബിന്ദുവിന്റെ പക്ഷം പിടിച്ചതോടെ കളക്ടർ പൂർണ്ണമായും ഒറ്റപ്പെട്ടതായും മേഘശ്രീയോട് അടുത്ത വൃത്തങ്ങൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുന്ന ഈ കാലതാമസത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിലെ തന്നെ ചുവപ്പ് നാടകളും ട്രഷറി നിയന്ത്രണങ്ങളുമാണെന്ന് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ലഭ്യമായ സെക്രട്ടേറിയറ്റിലെ ഡിജിറ്റൽ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം പരിശോധിച്ചപ്പോഴാണ് ചീഫ് സെക്രട്ടറിയുടെയും കൂട്ടരുടെയും കള്ളത്തരം പുറത്തായത്. ഫണ്ട് വിതരണത്തിന് ധാരണമായ പ്രധാന ഫയൽ മാർച്ച് 15 മുതൽ മെയ് 6 വരെ സെക്രട്ടേറിയറ്റിലെ ദുരന്ത നിവാരണ വകുപ്പിനുള്ളിൽ തന്നെയാണ് വിവിധ സെക്ഷനുകളായി കറങ്ങിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. കത്തയച്ച ബിന്ദു വർഗീസും വകുപ്പ് സെക്രട്ടറി രാജമാണിക്യവും ചീഫ് സെക്രട്ടറി ജയതിലകും കൈകാര്യം ചെയ്ത വകുപ്പിൽ മാസങ്ങളോളം ഈ ഫയൽ പൂഴ്ത്തിവച്ചിരിക്കുകയായിരുന്നുവെന്നാണ് ഡിജിറ്റൽ ട്രാക്കിംഗ് സിസ്റ്റം വ്യക്തമായി കാണിക്കുന്നത്. കൂടാതെ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ഇരകൾക്കുള്ള ഉപജീവന സഹായത്തിനായി നേരത്തെ അനുവദിച്ച തുക യഥാസമയം ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയാത്തതിനാൽ സാമ്പത്തിക വർഷാവസാനത്തോടെ ലാപ്സിലായതായി ഏപ്രിൽ 17-ന് ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി കെ ബിജു പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഉപജീവന സഹായത്തിനായി ആദ്യം 6 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഇതിൽ 3.19 കോടി രൂപ ഏപ്രിൽ ജൂൺ 2026 കാലയളവിൽ ഉള്ളതായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഈ തുക വയനാട് കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഫണ്ട് തന്നെ ലാപ്സ് ആവുകയായിരുന്നു. തുടർന്ന് ദുരന്തബാധിതർക്ക് ഉപജീവന സഹായം തുടരുന്നതിനായി 3.19 കോടി രൂപ സർക്കാർ വീണ്ടും അനുവദിക്കേണ്ടി വന്നു. വർഷാവസാനത്തെ സാമ്പത്തിക ക്ലോസിംഗുമായി ബന്ധപ്പെട്ട കടുത്ത ട്രഷറി നിയന്ത്രണങ്ങളാണ് ഫണ്ട് കൈമാറ്റത്തെ ബാധിച്ചതെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വയനാട് കളക്ടറെ ഏപ്രിൽ 18-ന് അറിയിച്ചതാണ്. ഇതോടെ കളക്ടർക്ക് വീഴ്ച പറ്റിയെന്ന ചീഫ് സെക്രട്ടറിയുടെ വാദങ്ങൾ പൂർണ്ണമായി പൊളിയുകയാണ്. സ്വന്തം വകുപ്പിൽ ഫയലുകൾ മാസങ്ങളോളം വെച്ച് താമസിപ്പിക്കുകയും ട്രഷറി നിയന്ത്രണങ്ങൾ മൂലം തുക ലാപ്സ് ആകുകയും ചെയ്തതിന് വനിതാ കളക്ടറെ ബലിയിടാക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. മേഘശ്രീയോടുള്ള ബിന്ദു വർഗീസിന്റെ വ്യക്തിവൈരാഗ്യമാണ് അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടിക്ക് കാരണമെന്ന് കളക്ടറോടുള്ള അടുത്ത വൃത്തങ്ങൾ പറയുകയാണ്. ചീഫ് സെക്രട്ടറി ബിന്ദുവിന്റെ പക്ഷം പിടിച്ചതോടെ കളക്ടർ ഒറ്റപ്പെട്ടു. ഉന്നതനായ ഉദ്യോഗസ്ഥൻ തന്നെ ജൂനിയർ ഉദ്യോഗസ്ഥനോട് വൈരാഗ്യം തീർക്കാൻ ഇറങ്ങിയത് വിവാദമായിട്ടുണ്ട്.
ചീഫ് സെക്രട്ടറിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം കാരണമാണ് മേഘശ്രീക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ജൂനിയർ IAS ഉദ്യോഗസ്ഥർ ജയതിലകിന്റെ വിചിത്രമായ സ്വഭാവങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. IAS അസോസിയേഷൻ മീറ്റിംഗ് കൂടി ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രമേയം പാസാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിഫ്ബി തലപ്പത്തും നോട്ടമിട്ട് ജയതിലക് അതേസമയം റിട്ടയർമെന്റിന് തൊട്ടുമുമ്പ് കിഫ്ബിയുടെ തലപ്പത്തെത്താൻ ചീഫ് സെക്രട്ടറി കരുക്കൾ നീക്കുന്നതിനിടയിലാണ് പുതിയ വിവാദം ഇപ്പോൾ പോകുന്നത്. KM എബ്രഹാം ഒഴിഞ്ഞുവെച്ച കിഫ്ബിയിലെ കസേരയിൽ വിരമിച്ച ശേഷം ഇരിക്കാനാണ് ജയതിലകിന്റെ ശ്രമം. അതേസമയം വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് കസേര നൽകിയ മുൻ പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെ വിമർശനമുയർത്തിയ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. അതുകൊണ്ട് സതീശൻ ജയതിലകിനോടും അത്രയ്ക്ക് താല്പര്യക്കുറവുണ്ട്. ഇതിനിടെയാണ് IAS ഉദ്യോഗസ്ഥരെ തമ്മിലടിപ്പിക്കുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന ചീഫ് സെക്രട്ടറിയുടെ ഈ അഹങ്കാരത്തിനെതിരെ മുഖ്യമന്ത്രി കടുത്ത അതിർത്തിയിലായത്. ഈ അതിർത്തി നടപടിയിലേക്ക് എത്തുമോ എന്നാണ് അറിയേണ്ടത്. ഈ മാസം വിരമിക്കുന്ന ജയതിലക് താൻ സർവീസിലുള്ളപ്പോൾ പ്രശാന്തിനെയും B അശോകിന്റെയും സസ്പെൻഷൻ പിൻവലിക്കരുതെന്ന വാശിയിലായിരുന്നു. എന്നാൽ ഇടത് സർക്കാർ ദ്രോഹിച്ച ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് തടയാനുള്ള എല്ലാ തന്ത്രങ്ങളും ജയതിലക് പയറ്റിയെങ്കിലും വില പോയില്ല. പിണറായി വിജയൻ സർക്കാരുമായി യോജിച്ചു പോകാതിരുന്നത് നടപടി നേരിട്ട B അശോകിനെയും N പ്രശാന്തിനെയും തിരിച്ചെടുത്തത് LDF സർക്കാരിന്റെ ഒരു നടപടി കൂടി തിരുത്തി UDF. അനന്തരമായി നീളുന്ന സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ ചീഫ് സെക്രട്ടറിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. താൻ വിരമിച്ച ശേഷം ഇരുവരെയും സർവീസിൽ പ്രവേശിപ്പിക്കാവൂ എന്നൊരു വാശിയിലായിരുന്നു ചീഫ് സെക്രട്ടറി. ഇത് തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇരുവരെയും തിരിച്ചെടുക്കാനുള്ള ഫയലിൽ ഒപ്പിട്ടതും ഇരുവർക്കും സുപ്രധാനമായ പദവി നൽകിയത്. ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെയാണ് ഉന്നതനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പ്രശാന്തിനെ സസ്പെൻഷനിലേക്ക് എത്തിയത്. ഉന്നതനുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ കാണാനില്ലെന്ന് ഡോക്ടർ ജയതിലക് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതാണ് പ്രശാന്തിനെ ചൊടിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ജയതിലകിനെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ച് പ്രശാന്ത് പോസ്റ്റ് ഇട്ടത്. ഇതിനെ തുടർന്നാണ് പിണറായി സർക്കാർ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇന്നലെയാണ് രണ്ടുപേർക്കും പ്രശാന്തിനും അശോകിനും സുപ്രധാന പദവി നൽകി UDF സർക്കാർ തിരിച്ചെടുത്തത്. എന്തായാലും ജയതിലകിന്റെ പേരിൽ ഒരു നടപടിക്ക് നമുക്ക് തള്ളിക്കളയാനാകില്ല.